നമ്മൾ നുക്കൂസിനാണ് പോകുന്നത്. നുക്കൂസിന് ഇവിടുന്ന് 801 കിലോമീറ്റർ ഉണ്ട്. 10 മണിക്കൂർ 58 മിനിറ്റാണ് കാണിക്കുന്നത്. നമുക്ക് നുക്കൂസിനെ ലക്ഷ്യം വെച്ച് നീങ്ങാൻ സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. ഒത്തിരി ഉണ്ട്, ഒത്തിരി പരന്ന സ്ഥലമാണ്. പക്ഷേ ഡ്രൈ മണ്ണ മൊത്തം. ആപ്രിക്കോട്ടും ചെറിയും അങ്ങനെയുള്ള മരങ്ങളാണ് ഈ നിൽക്കണേ. അതിൻ്റെ ഫാമാണ് മൊത്തം. ചെറിയ നട്ട്സ്, വളരെ ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടാവണം. ഇതാണ് ചെടികളാണ് കൂടുതലും. കൃഷിയാണ്. ഇവിടെ ചെറിയ ടൈപ്പ് ആപ്പിളുകളുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗോതമ്പ്, അങ്ങനെ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂക്കോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ സമർക്കണ്ടിൽ നിന്നും ഏതാണ്ട് 800 കിലോമീറ്റർ അകലെയാണ് ന്യൂക്കോസ് എന്ന ചെറിയ പട്ടണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയുടെ പകുതി വഴി ആയിട്ടില്ല. പകുതി വഴി ആവണമെങ്കിൽ ഇനി ഏതാണ്ട് 76 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം. അപ്പോൾ വരുന്ന വഴിയിൽ ബുക്കാറ എന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടും നമുക്ക് രാത്രി കിടന്നുറങ്ങാനുള്ള സമയം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടും നമ്മൾ ബുക്കാറ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ന്യൂക്കോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്കോസിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ചില കാഴ്ചകളാണ്. ഈ റോഡ് ഏവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഈ റോഡിൻ്റെ. അങ്ങോട്ടുള്ള 2 ലൈൻ, ഇവിടെയും തിരിച്ചുള്ള 2 ലൈൻ, ഏറെ എത്രയോ മീറ്ററുകൾക്ക് അപ്പുറത്താണ് മറ്റൊരു 2 ലൈൻ അങ്ങോട്ട് പോകുന്നത്. ഇത് വളരെ വിജനമായിട്ട് കിടന്ന മരുഭൂമി പോലെ കിടക്കുന്ന കുറച്ച് കുറ്റിച്ചെടികൾ മാത്രം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കടല് പോലെ ഇങ്ങനെ കിടക്കുകയാണ്, മരുഭൂമി പോലെ. അപ്പോൾ അതിലൂടെ വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന റോഡാണ് ഇത്. ഈ വളരെ അടുത്ത കാലത്ത് പണിത റോഡാണെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. റോഡെല്ലാം വളരെ സ്മൂത്താണ്, നല്ല ക്വാളിറ്റി റോഡാണ്. വണ്ടികളും കാര്യമായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രൈവർ ഏതാണ്ട് അനുവദനീയമായ സ്പീഡിൽ നിന്നും 25 km/h കൂടുതൽ വേഗതയിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ക്യാമറ കാണുന്നുണ്ട്. സ്പീഡ് ക്യാമറയുണ്ട്. സ്ലോ ഈ ക്യാമറയാണ് ഞാൻ ആദ്യം ഇവിടെയൊക്കെ സ്പീഡ് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂക്കോസിലേക്കുള്ള യാത്ര പാതി വഴി പിന്നിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിസ്ഥിതി ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും.
പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അടുത്തൊരു ഭക്ഷണശാലയിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടൗണിലേക്കോ എന്നറിയില്ല. നമ്മൾ പോകുന്ന ന്യൂക്കോസ് എന്ന് പറയുന്ന സ്ഥലത്തിനിടയ്ക്ക് ഈ റോഡിൽ വലിയ ടൗണുകളൊന്നുമില്ല. ഈ റോഡിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ ഡൈവേർട്ട് ചെയ്ത് പോയാൽ മാത്രമാണ് കീവ എന്ന ഒരു നഗരമുണ്ട്. കീവയും സമർക്കണ്ട് പോലെ തന്നെ ബുക്കാറയോളം തന്നെ പ്രസക്തമായ മറ്റൊരു പട്ടണമാണ്. നമ്മൾ അറാൽസി കണ്ട് തിരിച്ച് അറാൽസി കഴിഞ്ഞ് നമ്മൾ തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്നു. തുർക്ക്മെനിസ്ഥാനിൽ നിന്നും തിരിച്ച് നമ്മൾ പോരുന്ന ദിവസം നമ്മൾ ന്യൂക്കോസിലാണ് താമസിക്കുന്നത്. അവിടെ നമുക്കൊരു ദിവസത്തെ താമസമുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാതെ നമ്മൾക്കൊരു ടൗൺ കണ്ടെത്താൻ, ഒരു ചെറിയ ടൗൺ കാണാനും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളുണ്ടാവും എന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോവുകയാണ്. ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പോലീസല്ലേ അത് പിന്നെയും കാറിന്റെ പടം വെച്ചപ്പോഴും കുറച്ച് മുമ്പ് കണ്ടത് നമ്മൾ പോലീസ് വാഹനങ്ങൾ വരുന്നു എന്ന് കാണുമ്പോഴാണ് ആളുകളെല്ലാം സ്പീഡ് കുറയ്ക്കുകയും മര്യാദ രീതിയിൽ വാഹനം ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പോലീസുകാർക്ക് ഇതുപോലുള്ള ഇത്രയും ദൂരം സഞ്ചരിക്കുക എന്നുള്ളത് വലിയ ചിലവുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം അവിടെ ഇവിടെയെല്ലാം പോലീസ് കാറിൻ്റെ പടം വെച്ച് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ റോഡ് പോലീസ് അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ സൂര്യാസ്തമയത്തോട് അടുക്കുന്നു. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. ഇങ്ങനെ വിജനമായ ഈ ഹൈവേ കൂടെ കുറേ നേരം ഡ്രൈവ് ചെയ്ത് നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണും പോലെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു എന്നാ പറയണേ ഒരു സർവീസിങ് സെൻറ്ററിലെത്തി. ഇവിടെ പഴയ എർട്ടെന്ന് പറയണ കുടാരം പോലെയുള്ള മരുഭൂമിയിൽ ആൾക്കാർ താമസിക്കുന്ന ഇതൊക്കെ ഉണ്ട്. ഇത് അങ്ങ് കണ്ണെത്താ ദൂരത്തിട്ട് ഇതാണ് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുവാണ്. ആ വന്ന വഴിക്കുള്ള വീഡിയോയിൽ കണ്ടുല്ലോ അല്ലേ. ഇവിടെ മാത്രമേ ഉള്ളൂ ഫ്യൂവൽ സ്റ്റേഷനൊക്കെ. ഇതുണ്ട്, ഇവിടെ മരുഭൂമിയാണ്. ഇവിടെ മരുഭൂമിയാണ് ഇത് മൊത്തം. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ചൂടാണ്. 37 ഡിഗ്രി ഉണ്ട്.